ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയപ്പോൾ ഞാനിപ്പോൾ ആലുവയിൽ സ്റ്റേ ഉള്ള ആളാണ്. ഒത്തിരി ശ്വാസമുട്ടലുകളും ശരീരത്തിൽ ഒരുപാട് അലർജിക്കും ആയിട്ടൊക്കെയുള്ള ഒരുപാട് അവസ്ഥകൾ നമുക്കുണ്ടായി. നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ പ്രകൃതി, നമ്മുടെ സമൂഹം അത് ഏറ്റവും ശുദ്ധവും വൃത്തിയായില്ലെങ്കിൽ നമ്മൾ നേടുന്നതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ പലരും കുറേ പേര് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കുറേ പേരിങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു, കറങ്ങുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഉൾക്കാഴ്ച എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ദീർഘവീക്ഷണം. ആ ഒരു ദീർഘവീക്ഷണത്തോടെ ഉൾക്കാഴ്ചയോടുകൂടി ഇതുപോലെയുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് വന്നിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മളുടെ ധാരാളം പേര് ശ്വാസകോശ രോഗികളോ അല്ലെങ്കിൽ അലർജിക് പേഷ്യൻസ് ഒന്നും ആവാതെ ഇരുന്നേനെ. എനിക്കറിയാം കുറേ പേർക്ക് ഈ ഒരു അവസ്ഥകളുണ്ട്. ഇപ്പോൾ കൊറോണ വന്ന അതിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നിങ്ങളെപ്പോലെയുള്ള യുവതലമുറ, പ്രത്യേകിച്ചും ചാനലുകാർ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. നിങ്ങൾക്കതിന് കഴിയും. കാരണം നിങ്ങൾക്ക് കണ്ണുകളുണ്ട്, ദീർഘവീക്ഷണമുണ്ട്, ക്യാമറയുണ്ട്. അങ്ങനെ ഒറ്റയാൾ പോരാട്ടം, ആ ഒറ്റയാൾ പോരാട്ടത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഗംഭീരമായ റിസൾട്ടുകൾ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കഥ ഇതുവരെ എന്ന് പറയുന്ന ഈ സിനിമ എല്ലാവരും, സമൂഹത്തെ, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സിനിമ കാണുക തന്നെ വേണം. പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹോം സിനിമ കണ്ടതിന് ശേഷം, ഇന്ദ്രൻ ചേട്ടൻ്റെ ഹോം സിനിമ കണ്ടതിന് ശേഷം അതേപോലെ ഒരു അവാർഡ് ലെവലിലേക്ക് ഷാജോണിന് ഉയരാൻ പറ്റും. ഷാജോൺ ചേട്ടനും ഒരു അവാർഡ് മണക്കുന്നോ എന്നെനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് ഷാജോൺ ചേട്ടൻ ഏറ്റവും ഗംഭീരമായി തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അവാർഡ് മണവും വരുന്നുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കൊമേഴ്സ്യലൈസ് ചെയ്ത് സിനിമ ഉണ്ടാക്കാനായിട്ട് നോക്കും. പക്ഷെ അപ്പോഴും ഒരു ബ്രില്യൻ്റ് ഡയറക്ടർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു ഡയറക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ അനിൽ തോമസ് സാർ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ലൊരു ഡയറക്ഷൻ, സമൂഹത്തിലേക്ക് പുതിയ തലമുറ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കേണ്ടതിൻ്റെ എല്ലാ വശങ്ങളും കാണിച്ചുകൊണ്ട്, കൂടാതെ ഇതിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ലതാദാസ് എന്നോടൊപ്പം ഇപ്പോൾ 1-2 പടങ്ങൾ ചെയ്തതാണ്. ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവി ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന സിനിമയിൽ സോളമനായി ചെയ്തു. അപ്പോൾ ലത എന്നോടൊപ്പം പെർഫോം ചെയ്തപ്പോൾ തന്നെ ലതയുടെ പെർഫോമൻസ് ഞാൻ കണ്ടതാണ്. കൂടാതെ ഒത്തിരി ഫിലിമുകളിൽ ചെയ്ത ആക്ട്രസും കൂടെയാണ് ലതാദാസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എല്ലാവരും, പിന്നെ ഒരു സന്തോഷം കൂടെ തോന്നി. കാരണം കുറേ നാളിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടാ, വിജയകുമാറിൻ്റെ ഒരു നല്ല തിരിച്ചുവരക്കമാണ് അല്ലേ. കുറേ നാളിന് ശേഷം വിജയകുമാർ ഈ അടുത്ത കുറേ നാളുകൊണ്ട് പലതിലും കണ്ടില്ല. അപ്പോൾ ശക്തമായ, എനിക്ക് തോന്നുന്നു ഷാജോൺ ചേട്ടനോടൊപ്പം തന്നെ മത്സരിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രതീതിയാണ് വിജയകുമാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വലിയ ആർട്ടിസ്റ്റുകൾ ഒന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ പോലും ശക്തമായ സന്ദേശങ്ങളോടെ ഏറ്റവും ഗംഭീരമായി ചെയ്തിരിക്കുന്ന ഷാജോൺ ചേട്ടനും ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഡോക്ടർ ടൈറ്റസ് എന്ന് പറയുന്ന സാറ്, അദ്ദേഹത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടൊപ്പം തന്നെ ഒരു പടത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന കെട്ടുകാഴ്ച എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ ടൈറ്റസ്. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെയുള്ള കണക്ഷൻ കൊണ്ടാണ് ഈ സിനിമ കാണാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് വെറുതെ പറയുന്നതോ ആരെയും സൂചിപ്പിക്കാൻ പറയുന്നതോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയേ ഞാൻ പറയാത്തുള്ളൂ. പറയുന്നത് സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ വന്ന് കണ്ടിട്ട് അയ്യോ രജിതേട്ടൻ പറഞ്ഞതുപോലെ തെറ്റാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വാക്കിന് വിലയില്ലാതെ പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കുക. ഏറ്റവും നല്ലൊരു പടം, നല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പടം എല്ലാവരും കാണുന്നത് കൊണ്ട് നമ്മുടെ തലമുറയ്ക്കും നമുക്കൊരു ഉൾക്കാഴ്ച തുറന്നു കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒറ്റയാൾ പോരാട്ടം നടത്തിയാലും ഭാവിയിൽ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകും. ആ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതുവരെ എന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ ഒന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ 3ാമത്തെ സിനിമയാണ്. ആദ്യം നമ്മുടെ അഞ്ചക്ക കോക്കൻ, രണ്ടാമത് ജനനം 1947 പ്രണയം തുടരുന്നു. ഇപ്പം 3ാമത്തെ സിനിമ ഇതുവരെ അപ്പോൾ 6-8 വൈകിട്ട് പോയെന്ന് തോന്നുന്നു. പുള്ളിക്ക് കണ്ണിന് എന്താ പ്രശ്നമുണ്ടാ പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെ പറ്റി പറയാം. അനിൽ തോമസിൻ്റെ ഒരു മികച്ച സംവിധാന മികവാണ്. ഇതൊരു ആക്ഷേപ ചിത്രമല്ല, ഒരു പേഴ്സണലി ജെന്യുവായിട്ട് കാണേണ്ട സിനിമയാണ്.
ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. 2 ഇഷ്യൂ ആണ് സൂചിപ്പിക്കുന്നത്. ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ വേസ്റ്റ് കൂട്ടിയിടുന്ന നഗരത്തിൽ താമസിക്കുമ്പോൾ അവിടെയുള്ളവരുടെ ബുദ്ധിമുട്ടും വേദനകളും കഷ്ടപ്പാടുമാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. പിന്നെ അത് കാരണം ജനങ്ങൾ മരിച്ചു പോകുന്നുമുണ്ട്, അവരുടെ വേദനകളും കഷ്ടപ്പാടുമാണ് പറഞ്ഞു. പിന്നെ ഇതിലെടുത്ത് വരേണ്ടത് പരീത് ഭണ്ഡാരി എന്ന സിനിമയ്ക്ക് മൈലാഞ്ചി മൊഞ്ചുള്ള വീടിന് ശേഷം നമ്മുടെ കലാഭവൻ ഷാജോൻ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നത്. കലാഭവൻ ഷാജോൻ ചേട്ടനാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് നായക പദവിയിൽ ഇനിയും തുടരാൻ പറ്റും. കാരണം അദ്ദേഹം നല്ലൊരു ആക്ടറാണ്. ഇമോഷണൽസും കോമഡിയും എല്ലാം വർക്കൗട്ടായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വിജയകുമാർ എന്ന പഴയ കാല നടനുണ്ട്, നമ്മുടെ ഈ അടുത്ത് കുഞ്ചാക്കോൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. അപ്പോൾ കുറേ ഇഷ്യൂസിലും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ വിജയകുമാറിൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് കോറി പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് കോറി എന്ന് പറഞ്ഞാൽ പാറമടയിലെ ഇഷ്യൂസൊക്കെ കുറേ ഇഷ്യൂസ് കാരണം കുറേ പേരുടെ സ്കൂൾ ജീവിതമൊക്കെ നഷ്ടപ്പെടുന്നു. അത് കാരണം കുട്ടികൾ മുതിർന്നവർ സമരം നടത്തിയിട്ട് അത് വില വെക്കാത്തതുകൊണ്ട് സ്കൂളിലെ കുട്ടികൾ വരെ സമരം ചെയ്ത ഒരു വിജയഗാഥ ചിത്രമാണ് ഇതുവരെ. ചിത്രമല്ല, ഒരു കഥയാണ് അത് ചിത്രമാക്കി. അപ്പോൾ അത് അനിൽ തോമസിൻ്റെ ഡയറക്ഷൻ മികച്ചാണ്. പാട്ടുകളാണെങ്കിൽ എടുത്തു പറയേണ്ടതാണ്. എന്തുകൊണ്ടും 1 ടൈമായിട്ട് വാച്ച് ചെയ്ത് കാണേണ്ട സിനിമയാണ്. തിയേറ്റർ ഭയങ്കരമായിട്ടുള്ള മാസ് എലമെന്റ്സ് ഇല്ല. ഒരു ഭവ്യതയോടെ ആഷ്മതയോടെ ക്ഷമയോടെ കണ്ണീരോടെ കാണേണ്ട ഒരു ജീവിത യാഥാർത്ഥ്യമാണ് ഇതുവരെ. മൂവി ഈ ചിത്രത്തിലെ വിക്രമൻ നായരുടെ വൈഫായിട്ട് രാഗിണിയായിട്ട് ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രം കണ്ടായിരുന്നോ? അത് കാണേണ്ട പടം തന്നെയാണ്. ഇതൊരു എന്താ പറയുക, ബ്രഹ്മപുരത്തിൻ്റെ കഥയാണ് പറയണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇതൊരു കുടുംബ ചിത്രമാണ്. നമ്മളുടെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ബാധിക്കുള്ളൂ. പുറത്തെന്തൊക്കെ ഉണ്ടായാലും നമ്മൾ ആ ന്യൂസ് കാണും, കേൾക്കും, അത് വിട്ട് കളയും. അതാണല്ലോ നമ്മളുടെ അത്രേ ഇടുള്ളൂ. അതേ കൂടുതൽ നമ്മൾക്ക് അത് നമ്മളെ മനസ്സിൽ തട്ടണമെങ്കിൽ അത് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് വന്നാല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ സംഭവിച്ചതിന് ശേഷം ആ കുടുംബത്തിനുണ്ടായത്, അപ്പം അതിൽ വിജയിക്കാണ്ട് പോയ വിക്രമൻ നായർ വേറൊരിടത്ത് പോയിട്ട് അത് വിജയിപ്പിച്ചൊരു കഥയാണത്. നിങ്ങളെല്ലാവരും കാണണം. എല്ലാവരുടെയും അത് അപാരമാണ്. നിങ്ങൾ ഇത്ര നാളും കണ്ടിട്ടില്ല. ഷാജോൻ ചേട്ടൻ തന്നെ പോലീസായിട്ട് വില്ലനായിട്ട് അതിൻ്റെയൊക്കെ അപ്പുറം അത് ഇതായിട്ട് പോയിട്ടെന്ന് ചെയ്ത് എന്താ പറയുക, അടക്കി പിടിച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു അഭിനയമാണ്. അടിപൊളിയായിരുന്നു. ആളുടെ അഭിനയം എന്തായാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇത് തന്നെയാണ്. വിക്രം നായരുടെ ചിത്രം തന്നെയാണ്. മസ്റ്റ് വാച്ച് തന്നെയാണ്. ഇതെന്തായാലും നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. താങ്ക് യു.